ശർമ്മ ഈ പേര് കേൾക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ സുപരിചിതമായ ആരെയോ ആണ് ഓർമ്മ വരുന്നതെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ഇതൊരു വ്യക്തിയല്ല, മറിച്ച് റഷ്യയുടെ ആവനാഴിയിലെ ഏറ്റവും പുതിയ വിനാശകാരിയായ വജ്രായുധമാണ്. ശത്രുപാളയത്തെ വിറപ്പിക്കാനെത്തുന്ന ശർമ്മ എന്ന 300 റോക്കറ്റ് ലോഞ്ചറിനെ കുറിച്ചാണ് ലോകം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. എന്താണ് ശർമ്മയെ ഇത്ര അപകടകാരിയാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ലളിതമാണ്: വേഗതയും കൃത്യതയും. യുദ്ധമുഖത്ത് ഭാരമേറിയ ടാങ്കുകൾക്ക് പലപ്പോഴും പരിമിതികളുണ്ട്. എന്നാൽ ശർമ്മ അങ്ങനെയല്ല. ഭാരം കുറഞ്ഞ ട്രക്കിൽ ഘടിപ്പിച്ച ഈ ലോഞ്ചറിന് എവിടെയും അതിവേഗം എത്തിച്ചേരാനാകും. ഓർക്കുക, വെറും 18 സെക്കൻഡ് മതി. 18 സെക്കൻഡിനുള്ളിൽ 6 വമ്പൻ മിസൈലുകൾ ശത്രുവിന്റെ നെഞ്ചത്തേക്ക് പായിക്കാൻ ഇവന് കഴിയും. 3 മിനിറ്റിനുള്ളിൽ ആക്രമണം നടത്തി ശത്രു തിരിച്ചടിക്കുന്നതിന് മുൻപേ അവിടെ നിന്ന് അപ്രത്യക്ഷമാവാനും ശർമ്മയ്ക്ക് സാധിക്കും. ഹിറ്റ് ആൻഡ് റൺ, അതാണ് ഇവന്റെ ഒരു ശൈലി. ആധുനിക യുദ്ധത്തിൽ ഒരിടത്ത് തന്നെ നിലയുറപ്പിക്കുന്നത് ആത്മഹത്യാപരമാണ്. അമേരിക്കയുടെ ഹൈമാസ് പോലുള്ള സംവിധാനങ്ങൾക്ക് മറുപടിയായാണ് റഷ്യൻ എഞ്ചിനീയർമാർ ശർമ്മയെ വികസിപ്പിച്ചത്. ഗൈഡഡ് മിസൈലുകൾ ഉപയോഗിച്ച് കവചിത വാഹനങ്ങളെയും ബങ്കറുകളെയൊക്കെ തകർക്കാൻ ഇതിന് പ്രത്യേകം മിടുക്ക് തന്നെ ഉണ്ടെന്ന് പറയാം. ഇവിടെയാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു പ്രസക്തി കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ വിശ്വസ്ത മിത്രമായ റഷ്യ തങ്ങളുടെ ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ പോലും ഇന്ത്യയുമായി പങ്കുവയ്ക്കാൻ ഇന്ന് തയ്യാറായിട്ടുണ്ട്. ശർമ്മയും റഷ്യ ഇന്ത്യക്ക് വാഗ്ദാനം ചെയ്തേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. പ്രതിരോധ രംഗത്ത് എന്നും ഇന്ത്യക്ക് കരുത്തായി നിൽക്കുന്ന റഷ്യയുടെ ഈ ഒരു എഞ്ചിനീയറിംഗ് മികവ് ഭാവിയിൽ നമ്മുടെ അതിർത്തികൾക്കും മുതൽക്കൂട്ടായേക്കാം. ചുരുക്കത്തിൽ യുദ്ധമുഖത്തെ വേഗതയുടെയും ശക്തിയുടെയും പുതിയ പര്യായമാവുകയാണ് ശർമ്മ. റഷ്യൻ കരുത്തിന്റെ ഈ ഒരു പുതിയ മുഖം ലോകശക്തികൾക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ്.